കുട്ടികളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു മട്ട ത്രികോണത്തിന്റെ ഏതെങ്കിലും രണ്ട് വശങ്ങൾ തന്നാൽ മൂന്നാമത്തെ വശം കാണാൻ കഴിയുമോ? നിങ്ങൾക്കറിയാം, കഴിയും. അതിനാണ് പൈത്തഗോറസ് തത്വം ഉപയോഗിക്കുന്നത്. പോട്ടെ, ഇനി ഒരു വശം മാത്രമാണ് തരുന്നതെങ്കിൽ ബാക്കി രണ്ട് വശം കാണാൻ കഴിയുമോ? കഴിയും. പക്ഷേ ഒരു കോണളവ് അധികമായി തരേണ്ടതുണ്ട്. അതായത് 90 ഡിഗ്രി കോണളവല്ലാതെ മറ്റൊരു കോണ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു വശം തന്നാൽ ബാക്കി രണ്ട് വശങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമോ? കഴിയുമെന്ന് മാത്രമല്ല, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. അതിനൊരു കാരണമുണ്ട്. ഈ ഒരു ത്രികോണത്തിൽ 30 ഡിഗ്രിക്കെതിരെ ഉള്ള വശം എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും 90 ഡിഗ്രിക്കെതിരെയുള്ള വശം. എന്നു മാത്രമല്ല, 30 ഡിഗ്രിക്കെതിരെയുള്ള വശം എത്രയാണോ, എത്ര നീളമുണ്ടോ അതിന്റെ √3 മടങ്ങായിരിക്കും 60 ഡിഗ്രിക്കെതിരെയുള്ള വശം. അതായത് 30 ഡിഗ്രിക്കെതിരെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ 60 ഡിഗ്രിക്കെതിരെ 5√3 സെന്റിമീറ്ററും 90 ഡിഗ്രിക്കെതിരെ 5ന്റെ ഇരട്ടിയായ 10 സെന്റിമീറ്ററും ആയിരിക്കും. വളരെ ലളിതമായി നമ്മളിത് കണ്ടുപിടിച്ചു അല്ലേ? ഇനിയിപ്പോ കർണമാണ് തരുന്നതെന്ന് വിചാരിക്കുക. അതായത് 90 ഡിഗ്രിക്കെതിരെയുള്ള വശം. അപ്പോഴും വളരെ എളുപ്പമാണ്. 90 ഡിഗ്രിക്കെതിരെ 6 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 30 ഡിഗ്രിക്കെതിരെ അത് 3 സെന്റിമീറ്ററും 60 ഡിഗ്രിക്കെതിരെ 3√3 സെന്റിമീറ്ററും ആയിരിക്കും. ഇനി പറയൂ, നമ്മൾ എന്തിനാണ് ത്രികോണമിതിയെ പേടിക്കുന്നത്? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, വ്യക്തമായി ഉത്തരവിടുക. ഓക്കെ.